CPM കോൺഗ്രസിനുള്ള വ്യത്യാസത്തെ കുറിച്ച് എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. പിണറായി വിജയൻ തീരുമാനിക്കുന്നു, ഗോവിന്ദൻ പോയി സമ്മേളനം വിളിക്കുന്നു. സമ്മേളനം സ്വാഭാവികം. സഭ്യമായ ഭാഷയിൽ അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു എന്ന് പറയുമ്പോ ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനീഷ്യൽ പറയാം. ഗോവിന്ദൻ എന്ന് പറയും. ഗോവിന്ദനെ പിന്നെ പത്മനാഭൻ എന്ന് വിളിക്കോ? അല്ല, അങ്ങനെയല്ല. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഗോവിന്ദനെ പിന്നെ പത്മനാഭൻ എന്ന് വിളിക്കോ? അല്ല, അങ്ങനെയല്ല. അവന്റെ ഫീസ് പോയി. നോക്കൂ, സരിനെ വിളിക്കും. നിങ്ങൾ ഷഫീറിനെ എന്ന് വിളിച്ചോ? ഇപ്പോൾ എന്തായി? പള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അല്ല, സരിൻ VD സതീശൻ അങ്ങോട്ടൊന്നല്ലോ പറഞ്ഞത്. ശ്രീ VD സതീശൻ എന്നല്ലോ. VD സതീശൻ അങ്ങോട്ട് കിട്ടും. തരുന്ന പോലെ അങ്ങോട്ട് കിട്ടുള്ളൂ. നിലവാരം വ്യക്തമാക്കിക്കോളാം. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. ഇന്നത്തേക്കുള്ളത് വയറ് നിറച്ച് കിട്ടിയില്ലേ? എല്ലാ കോൺഗ്രസുകാരെ പോലെയും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ നിലനിൽപ്പിന് വേണ്ടി രാഷ്ട്രീയം കൊണ്ടു നടന്ന ഒരാളായിരുന്നു സരിൻ. അതൊക്കെ കാപട്യമായിരുന്നു. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. നിലനിൽപ്പെന്ന് പറയുന്നു. ഞാൻ വീണ്ടും പറയുന്നു. അല്ല, അപ്പൊ ഇപ്പൊ കാണിക്കുന്നത് എന്താന്ന് ചോദിച്ചാലോ? സത്യസന്ധമായിട്ട് അതിന് തള്ളി പറയാനുള്ള കൃത്യമായ ബോധ്യങ്ങളുണ്ട്. കോൺഗ്രസ് നിൽക്കുമ്പോൾ എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണെങ്കിൽ താങ്കൾ കോൺഗ്രസ് വിട്ട് LDF-ൽ വരുമ്പോഴും നിലനിൽപ്പിന്റെ രാഷ്ട്രീയം തന്നെയാണെന്ന് ആരോപണം ഉണ്ടായാലോ? സരിൻ, താങ്കൾ തന്നെ പറയുകയാണ് ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയമാണ് എന്ന് പറയാണ്. ഹഷ്മി, ഒറ്റ വാക്കേ ഉള്ളൂ. നാവും തലച്ചോറും പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വാടകയ്ക്ക് കൊടുക്കുന്നവൻ എന്ന് മാത്രമേ പറയാം. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഞാൻ പോകുന്നു. ബൈ ബൈ.